ഇന്ന് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളൊരു സ്കൂട്ടർ മേടിക്കുമെങ്കിൽ ഒരു സെക്കൻഡ് ഹാൻഡ് സ്കൂട്ടർ മേടിക്കുമെങ്കിൽ എന്തൊക്കെയാണ് നിങ്ങൾ പോയി നോക്കേണ്ടതെന്നുള്ള കാര്യങ്ങളായിരിക്കും ഇന്നത്തെ വീഡിയോ ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ് നമ്മുടെ നാലാമത്തെ പോയിന്റ്, നിങ്ങളെപ്പോഴും സീറ്റ് തുറക്കുക, സീറ്റ് നോക്കുക. പിന്നെ നോക്കേണ്ട മെയിൻ സാധനം എന്ന് വെച്ചാൽ ടാങ്ക് നോക്കുക. ടാങ്കിൻ്റെ അകത്ത് വല്ലതും തുരുമ്പിൻ്റെ അംശങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ചുമ്മാ ഇങ്ങനെ കൈ ഓടിച്ച് നോക്കിയാലും അല്ല ഇങ്ങനെ നോക്കിയാൽ തന്നെ നമുക്ക് ഏകദേശമൊക്കെ ചെറുതായിട്ട് കാണാം. അധികം വണ്ടികളൊന്നും കാണത്തില്ല, എന്നാലും ഇത് ചെക്ക് ചെയ്യുക. അഞ്ചാമത്തെ പോയിന്റ്, നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട, ഇപ്പം ഇതൊരു ഡിയോ എന്ന് പറഞ്ഞ വണ്ടിയാണ്. ഇതൊരു ഫൈബർ പാർട്സ് ഇതിനകത്ത് കൂടുതലും ഉള്ളത്. പക്ഷേ കുറേ ആക്റ്റീവ പോലത്തെ വണ്ടികൾക്ക് ഇവിടെ റണ്ണിങ് ബോർഡ് എല്ലാം വരുന്നത് മെറ്റലോ സ്റ്റീലിൻ്റെ ഒക്കെ ആയിരിക്കും. അപ്പോൾ ഇവിടെ തുരുമ്പുണ്ടോ കാര്യങ്ങളുണ്ടോ പൊട്ടലുണ്ടോ, കുറേ വണ്ടികൾ ഇങ്ങനെ നമ്മൾ ചവിട്ടി തുരുമ്പ് വന്ന് ഇവിടുത്തെ ബോർഡുകളെല്ലാം പൊട്ടിപ്പോകും. അപ്പോൾ അതുകൂടെ ചെക്ക് ചെയ്യുക. വലിയ കാര്യമൊന്നുമല്ല, എന്നാലും ജസ്റ്റ് ചെക്ക് ചെയ്യുക. ആറാമത്തെ പോയിന്റാണ്, നിങ്ങൾ മെയിനായിട്ട് നോക്കേണ്ട കാര്യമാണ് നമ്മുടെ ഇഞ്ചിന്. വണ്ടി സ്റ്റാർട്ട് ചെയ്യുക, പറ്റുമെങ്കിൽ 2 പേരെ ഇരുത്തുക. നിങ്ങളുടെ കൂടെ ആരെങ്കിലും വരുന്നുണ്ടായിരിക്കുമല്ലോ, അപ്പോൾ അവരെ ഇരുത്തുക. വണ്ടി സ്ട്രെയിറ്റിൽ ഓടിച്ച് നോക്കുക. പിന്നെ ഉറപ്പായിട്ടും സ്കൂട്ടർ ഒരു കയറ്റത്ത് എവിടെയെങ്കിലും നിങ്ങൾക്ക് കയറ്റം കാണുവാണെങ്കിൽ കയറ്റത്തിൽ കയറ്റാൻ നോക്കുക. അപ്പം വണ്ടിക്ക് വലിവുണ്ടോ. സ്കൂട്ടർ നിരപ്പത്ത് നല്ല സ്പീഡിൽ പോകും, പക്ഷേ ചില വണ്ടികൾ കയറ്റത്ത് വരുമെങ്കിൽ ഭയങ്കര വലിവ് കുറവായിരിക്കും. അത് ഈ വണ്ടീൻ്റെ എഞ്ചിൻ്റെ ക്ലച്ചിൻ്റെ ഒരു ഭാഗമായിട്ട് പ്രശ്നം വരുന്നതുകൊണ്ടാണ് വണ്ടിക്ക് വലിവ് വരാത്തത്. അപ്പോൾ അത് നിങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നല്ല രീതിയിൽ സ്കൂട്ടറിന് വലിവുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. നമ്മൾ എഞ്ചിൻ നോക്കുന്നതിൻ്റെ കൂടെ നിങ്ങൾ എല്ലാം സ്കൂട്ടറിന് ഇങ്ങനത്തെ കിക്കറൊക്കെ കാണും. ഈ കിക്കറൂടെ അടിച്ച് വണ്ടി സ്റ്റാർട്ട് ആകുന്നുണ്ടോ. ചില വണ്ടി നമ്മൾ കിക്കർ അടിച്ച് കഴിഞ്ഞാൽ താഴെ ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കും. അങ്ങനെയൊന്നും വരുന്ന വണ്ടികൾ എടുക്കല്. കിക്കർ അടിച്ചാൽ സ്റ്റാർട്ട് കാണാൻ തിരിച്ച് കിക്കറിൻ്റെ ഈ പെഡൽ കയറിയും വരണം. അതുകൂടെ നിങ്ങൾ ചെക്ക് ചെയ്യണം. അപ്പോൾ ഗൈസ് നമ്മൾ അടുത്ത പോയിന്റ്, വണ്ടി നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് ഓടിക്കുമെങ്കിൽ എന്തെങ്കിലും വൈബ്രേഷനോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് നോക്കുക. ബ്രേക്സ് ചെക്ക് ചെയ്യുക. ബ്രേക്ക് വലിയ പൈസയൊന്നും ആകത്തില്ല, എന്നാലും ബ്രേക്കുള്ള വണ്ടി എടുക്കാൻ ശ്രമിക്കുക. പിന്നെ ലാസ്റ്റ് പോയിന്റ്, വണ്ടിൻ്റെ പേപ്പർ വർക്കിംഗ് ചെക്ക് ചെയ്യുക. ഏത് മോഡല, ഇൻഷുറൻസ് എപ്പം വരെ ഉണ്ട്, പൊല്യൂഷൻ ഈ വണ്ടി എടുക്കാൻ പറ്റുന്നുണ്ടോ. ചില വണ്ടികൾക്ക് എഞ്ചിൻ പ്രോബ്ലം ഉള്ള വണ്ടികൾക്ക് പൊല്യൂഷൻ ഫെയിൽ ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അതൊരു പ്രശ്നമായിരിക്കും. അപ്പം ഇതെല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് പേപ്പർ വർക്ക് എല്ലാം ഓക്കെ ആണെങ്കിൽ യു ആർ ഗുഡ് ടു ഗോ. നിങ്ങൾക്ക് ഒരു നല്ല വണ്ടി കിട്ടാൻ നല്ല സാധ്യതകളുണ്ട്. അപ്പോൾ ഗൈസ് ഞാൻ വിചാരിക്കുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കൂടെ എന്തെങ്കിലുമൊക്കെ ഒരു ബെനിഫിറ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ, അടുത്ത എന്തെങ്കിലും പരിപാടിയായിട്ട് വീണ്ടും കാണാം. അപ്പോഴേക്കും എല്ലാവർക്കും ബൈ ബൈ.